കണ്ടിട്ടുള്ളൂ. സോഷ്യൽ മീഡിയ ആണ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പബ്ലിക് അപ്പോ രേണു സുധീർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ്. ഇതും ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ കുറച്ച് ഓവറായി തുടങ്ങിയപ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇവർ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ, ഇവർ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ, ഇവരുടെ അസുഖം, ഇതെല്ലാം എക്സ്ട്രീം എൻഡിൽ നിൽക്കുക. അതായത് രണ്ട് സ്ഥലത്താണ് നിൽക്കുന്നത്. ഓക്കെ, ഞാനത് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം. ഈ വീഡിയോ കാണുന്നതോടുകൂടി ഈ ഒരു കാര്യത്തെ കുറിച്ചുള്ള നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. കൃത്യമായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ ഞാൻ എൻ്റെ അത് വെക്കുന്നുണ്ട്. ഒന്നും വെറുതെ തമ്പനിയിൽ അടിച്ചു കയറ്റി തള്ളടിച്ച് കയറ്റി വെച്ചേക്കുന്ന ഫേക്ക് ആയിട്ടല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിലില്ല. കൃത്യമായിട്ട് രേണു സുദീപ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രാമയാണോ, തട്ടിപ്പാണോ, ഉടായ്പാണോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് കൂടി ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞാൻ തുടങ്ങാൻ പോകുന്നത് വളരെയധികം ക്രെഡിബിലിറ്റി ഇപ്പൊ നിലനിൽക്കുന്ന നമ്മുടെ നോബിൾ അച്ഛന്റെ കുറച്ച് വീഡിയോസ് ആണ്. അതിൽ നിന്ന് തുടങ്ങാം. കാര്യം അതങ്ങ് തീർത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പുള്ളിനെ കുറിച്ച് സംസാരിക്കേണ്ട വരത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ അച്ഛൻ രേണുവിന്റെ വീട്ടിൽ ചെന്നിട്ട് മറ്റേ പ്രാർത്ഥിക്കാനായിട്ട് പോയി, അനുഗ്രഹം കൊടുക്കാനായിട്ട് പോയി, ആ സമയത്ത് ആ വേളയില് പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. കണ്ടിട്ടുള്ളൂ. സോഷ്യൽ മീഡിയ ആണ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തൊക്കെയോ കണ്ടന്റുകൾ ആവശ്യമായിട്ടുണ്ട്, അവരത് ചെയ്യുന്നു. എനിക്കതിന് വിരോധമില്ല. അവർ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കട്ടെ, അത് അവരുടെ ജോലിയുടെ ഭാഗം. ഞാനതിനെ എതിർക്കുന്നില്ല. കമന്റ് എഴുതുന്നവരോട് എനിക്കതേ പറയാനുള്ളൂ. നിങ്ങൾക്ക് സമയമുള്ള പോലെ കമന്റുകൾ എഴുതുക, നെഗറ്റീവും പോസിറ്റീവും എഴുതുക. അതൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പൊ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക, അതിന് എനിക്കെതിരില്ല. യാതൊരു വിവാദത്തിൽ പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിവാദങ്ങൾക്ക് തിരികൊളുത്തുവാനോ വിവാദത്തിൽ പെടുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് ആദ്യം കുറെ ഡയലോഗ് അടിക്കേണ്ട വല്ല കാര്യം ഉണ്ടാകും. ഞാൻ വെച്ചുതരാം, ഒന്നും കൂടി ഒരു ഓർമ്മപ്പെടുത്തലായിക്കോട്ടെ അത്. ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് നിങ്ങളെ കൊണ്ട് ഐ മീൻ നിങ്ങൾക്ക് ചേരാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പൊ ചെയ്തു വെച്ചേക്കണേ. എന്റെയൊക്കെ അറിവിൽ കുറെ അച്ഛന്മാരുണ്ട്, ഉസ്താക്കന്മാരുണ്ട്, മറ്റേ അമ്പലത്തിലെ കുറച്ച് ഇവരൊക്കെ ആയിട്ട് നമുക്ക് കോണ്ടാക്ട് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ നിലയ്ക്ക് പറയാം, ഇന്നേ വരെ ഒരാൾ പോലും എൻ്റെ അടുത്ത് മറ്റൊരാളെ കുറിച്ച് കുറ്റം പറഞ്ഞ് നശിച്ചു പോകണമെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു പ്രാക്കോ അല്ലെന്നുണ്ടെങ്കിൽ കുറെ ഇതുപോലത്തെ കുറെ സാധനങ്ങൾ ഇറക്കിയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അതൊരു അച്ഛനോ അല്ലെങ്കിൽ ഒരു വൈദികനോ അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസിയായിട്ടുള്ള ആൾക്കോ ചേർന്ന പണിയല്ല, എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു റോളിൽ നിൽക്കുന്നത്. ഇപ്പൊ ഇതിന്റെ അത് ഇങ്ങേരെന്താവെന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിരുന്ന സോഷ്യൽ മീഡിയയാണ് അങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ നിങ്ങൾ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞത് AI വെച്ചുണ്ടാക്കിയതാണ്. അല്ല, രേണുവിന്റെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ AI ആയിട്ട് റിലേറ്റഡ് ആണല്ലോ. ഞാൻ കാണിച്ചു തരാം. പിന്നീട് ഇതിന്റെ അകത്ത് എന്താ പറഞ്ഞത്, സോഷ്യൽ മീഡിയ ആണ് ഓരോന്ന് പറയുന്നത്. പുള്ളിയല്ല, പുള്ളിക്ക് മറ്റേ കിച്ചുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, കുഞ്ഞായിട്ട് അങ്ങനെ ജീവിച്ചു പോട്ടെ. എന്താണ് നിങ്ങൾ പറയുന്നത്? കിച്ചു രേണുസുതി ഇറക്കിയ ഒരു വീഡിയോ ഫാദർ അത് കണ്ടിട്ടുണ്ടായിരുന്നു. രാഹുൽ ദാസ്, ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന, ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തു. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കേണ്ട, ആരും നല്ലതാണെന്ന് ശ്രമിക്കേണ്ട. ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റുമൊന്നും ചെയ്യണ്ട. രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എന്റെ ഉണ്ട്. ആ വിവരം കൃത്യമായിട്ട് കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. പ്രായത്തിന്റെ അല്ല, അഹങ്കാരം അങ്ങനെ തന്നെ കൊടുത്തോളൂ. ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി ഒരു ആവേശത്തിന്റെ പുറത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കും, പിന്നെ അത് മാറ്റി പറയും. നല്ല നിലപാടുള്ള ഒരാളാട്ടോ നിങ്ങള്. ആ രേണുസുതി ആ ഒരു ടീമിൽ പെട്ടാൻ പറ്റിയ ഒരാൾ തന്നെയാ. വേറൊന്നും കൊണ്ടല്ല പറയണേ, സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കളിക്കാൻ പറ്റുന്ന ഒരു കഴിവുണ്ടല്ലോ. അച്ഛൻ ശരിക്കും പറഞ്ഞ സോഷ്യൽ മീഡിയ പ്രൊഡക്റ്റ് തന്നെ. ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ എന്താ അവരുടെ വീട്ടിൽ പോയിട്ട് അടിക്കുന്ന ഡയലോഗ് വരണവരെ ഓക്കെ, ആ ഒരു സ്ഥാനത്തെങ്കിലും നിൽക്കുന്ന ആളാണത്. അവിടെ വന്ന് പുള്ളി പറഞ്ഞ എന്താ അറിയോ, കിച്ചുവിന്റെ അങ്ങോട്ട് വീട്ടാണ്, ഇതാണ് എനിക്ക് ഒരു പ്രശ്നവും. ഇപ്പൊ ഞാൻ ലാസ്റ്റ് കാണിച്ച വീഡിയോയില് പുള്ളി അതിന്റെ ഫുൾ വീഡിയോയില് പുള്ളി പറയുന്നത്, കിച്ചു ആ വീട്ടിലേക്ക് വന്ന് തന്നെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നമാവും, ഞാൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞ ആള് ദേ പ്ലേറ്റ് മറിച്ച്. ഇതിനും മാത്രം പ്ലേറ്റ് എവിടെ ഇരിക്കുന്നത്? ഷോ, ഇതൊക്കെ പോട്ടെ, ഒന്നും കൂടി വേറൊരു ഓർമ്മപ്പെടുത്തലും കൂടി ഞാൻ തരാം. രേണുസുധീനെ കുറിച്ച് ഇദ്ദേഹം വന്ന് കുറച്ചധികം നാളുകൾ മുമ്പ് പറഞ്ഞ കുറച്ച് ഡയലോഗ് ഉണ്ട്, കേൾപ്പിച്ചു തരാം. മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത തെറിവാക്കുകളാണ് എന്നെ വിളിച്ചത്. നാടക നടിയല്ലേ രേണുസുധി? നാടക നടിയല്ലേ? ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുജിയേട്ടാ ഞാൻ വന്നു. അച്ഛൻ ഇതിനേക്കാൾ നല്ല നാടകം നടനാട്ടോ. നല്ല സ്കോപ്പ് ഉണ്ട് ആ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ. എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3 വീഡിയോ തന്നെ നിങ്ങളുടെ നിലപാട് എന്താണെന്നും നിങ്ങളുടെ രീതികൾ എന്താണെന്നും നിങ്ങൾ എങ്ങനെയൊക്കെ മറിയും എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇനിയെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു പരിപാടി നിർത്തി
ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഇടവകയിലുള്ള ആൾക്കാർക്ക് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ഉപദേശിച്ച് നല്ല കാര്യങ്ങളിലേക്ക് പോയി നല്ല പാതയിലേക്ക് പോകും. നല്ലതാ. ആ എല്ലാവിധ ഇതും ഉണ്ടാവട്ടെ അച്ഛന്. ഇതോടുകൂടിയെങ്കിലും തിരുത്ത്. കാര്യം മോശമായി പോയി കാണിച്ചു വെച്ച മൊത്തം കാര്യങ്ങളും. ഞാൻ പച്ചയ്ക്ക് തന്നെ പറയാം, അത് വേറെ ഒന്നും കൊണ്ടല്ല. എടാ എന്തുവാടെ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കണേ? ഒരു മര്യാദ ഇല്ലേ? അവർക്ക് വയ്യ, സുഖമില്ല, ശരിയാണ്, സമ്മതിച്ചാൽ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയി. നിങ്ങൾ അവിടെ നല്ലത് പറയണം. ആ സമയത്ത് നിങ്ങൾ മറ്റൊരാളെ കുറിച്ച് മോശം പറഞ്ഞിട്ടല്ല നിങ്ങൾ അവരെ നല്ലത് പറയേണ്ടത്. എന്നിട്ട് അത് പണിയായി നെഗറ്റീവായി നിങ്ങൾക്ക് തെറിവിളി കേട്ട് തുടങ്ങിയപ്പോഴേക്കും അവിടെ നിന്നും മാറി. ഞാൻ ലാസ്റ്റ് ഒരു സാധനം വെക്കുന്നത് ഒരു ഓഡിയോ നിങ്ങൾ എല്ലാവരും കേൾക്കേണ്ട ഒരു ഐറ്റമാണ്. ഇപ്പൊ രേണു സുധി ഇട്ടൊരു വീഡിയോ ഉണ്ട്. വയ്യ, കീമോ രണ്ടാമത്തെ കീമോ കണ്ട് കഴിഞ്ഞു, മുടി കൊഴിച്ചിലാണ്, മറ്റേതാണ് മറിച്ചതാണ്, പ്രശ്നങ്ങളാണ്, ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്, രോഗാവസ്ഥയില്. ഈ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള ക്യാൻസേഴ്സ് പിടിച്ച ആൾക്കാർക്കൊക്കെ ഇവർ ഈ വീഡിയോ കാണുമ്പോൾ എന്താ പറയാനുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. കാര്യം എനിക്ക് ഒരുപാട് പേര് അറിയാം. അതിൽ ഒരാളുടെ വോയിസ് ഞാൻ വെക്കാൻ പോകുന്നു. ഒരുപാട് പേര് അറിയാം ഇതുപോലത്തെ അസുഖങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന. അവരുടെ ഉള്ളിലേക്ക് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ കോരിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. അത് ഭയങ്കര മോശമാണ്. നിങ്ങൾക്ക് അസുഖമുണ്ട്, നിങ്ങൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മാറട്ടെ, എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ, നല്ല രീതിയിൽ വരട്ടെ. പക്ഷെ ഇവിടെ നിങ്ങൾ പറഞ്ഞു വെച്ചാണ് ചില കാര്യങ്ങളാണ് എന്നെ ഹേർട്ട് ചെയ്തത്. അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ വന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ PG, അതായത് ഋതുൽദാസിനെ തങ്കച്ചൻ PG അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുവിനെയോ അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്കാരും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ ഋതുൽദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ക്യാൻസർ വന്നു കഴിഞ്ഞാല് അപ്പൊ ക്യാൻസർ ഇല്ല. ഇപ്പൊ ഇതിനകത്ത് ഒരു പറഞ്ഞ ക്യാൻസർ വന്നു കഴിഞ്ഞാല് ഇവർക്ക് ക്യാൻസർ ആകെ പ്രശ്നമാണ്, വേറെ അവസ്ഥയിലാന്നുള്ള രീതിയിലാണ് പോർട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് ജനങ്ങളുടെ ഉള്ളിലേക്ക്, പബ്ലിക്കിലേക്ക് ഇറക്കുന്ന വീഡിയോസ് അങ്ങനെയാണ്. പല ഓൺലൈൻ മീഡിയാസ്, ഓൺലൈൻ പറഞ്ഞ ചാനൽസ്, ഫേസ്ബുക്കിൽ ഉൾപ്പെടെ, ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ എടുത്തിരുന്ന പോസ്റ്റുകൾ ആ രീതിക്കാണ്. ഇവര് ഭയങ്കര അവസ്ഥയിലാണ്, വേറെ രക്ഷയില്ല. ഈ ഒരു അസുഖം ബാധിച്ചിരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്താന്ന് പോലും ഇവര് ഈ ഒരു വീഡിയോയിലും കാണുന്നില്ല. ഇടയ്ക്ക് വന്നിട്ട് ഭയങ്കര കുറെ സാഡ്, സൂചിച്ചേട്ട ഫോട്ടോ ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ദൂരം കുറയുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ സാധനം, അത് കഴിഞ്ഞിട്ട് വന്ന് പറയുന്നത് ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്ന് പറയേണ്ട വല്ല കാര്യമുണ്ട്? ഇവരുടെ അടുത്ത് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ മറ്റേ ഇളയ കൊച്ചിനെ ആർക്ക് കൊടുക്കുന്നു, ആര് കൊണ്ടുപോകുന്നു എന്നൊക്കെ ആരെങ്കിലും വന്ന് ചോദിക്കുന്നുണ്ടില്ല. അവരുടെ കുടുംബത്തെ നടക്കുന്ന കാര്യം അത് അവര് പുറത്തേക്ക് എടുത്തിടുന്നു. ചർച്ചയാവണം, സംസാരിക്കണം. നമ്മളെ പോലുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവര് ഇതിനെക്കുറിച്ച് അങ്ങോട്ട് പറയണം. എന്നിട്ട് അതൊരു നെഗറ്റീവ്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഒന്ന് നിർത്തിക്കൂടെ? എക്കെയും പറയണത് നിങ്ങളുടെ അസുഖം മാറി, നിങ്ങൾ ഭേദമാവട്ടെ, എന്നിട്ട് നിങ്ങൾ എന്ത് വേണി കിടന്ന് കാണിച്ചു. ഈ ഒരു അസുഖമായിട്ട് ഇരിക്കുന്ന ആൾക്കാരെ പോലും ഒരുമാതിരി പുച്ഛിക്കുന്ന രീതിയിലാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം നിങ്ങൾക്ക് ശരിക്കും ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ട്, നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലാണ്, നിങ്ങൾ ഇങ്ങനെയല്ല പെരുമാറേണ്ട, അതിനെ വ്യക്തമായിട്ട് തെളിവ് ഞാൻ വെച്ച് തരാം. ഇങ്ങനെയല്ല നിങ്ങൾ പെരുമാറേണ്ട, ഇങ്ങനെ പെരുമാറാൻ പറ്റത്തില്ല ആർക്കും. നിങ്ങൾ എന്താണ് ഈ പബ്ലിക്കിന്റെ ഇടയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ. ഞാൻ ഈ വീഡിയോ ഫുള്ള് വെക്കുന്നില്ല. കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഇത് വെച്ചിട്ട് ഈ ഒരു സാധനം നിങ്ങൾ എല്ലാവരും കണ്ടതാണ്, പിന്നെ എടുത്തിട്ട് കാണിച്ച് ഈ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂട്ടി എനിക്ക് കുറെ മറ്റേ ഇതുണ്ടാക്കി എടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഉള്ള കാര്യം പറയുന്നത് ഇവർ ഇനി അത് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ അൺവാണ്ടഡ് ആണ്. ആ മോന്റെ കാര്യം, കിച്ചു അല്ലല്ല ഋതപ്പന്റെ കാര്യമൊന്നും ഇവിടെ വന്ന് പറയേണ്ട ഒരു കാര്യം അവർക്കില്ല. അവർക്ക് വയ്യ, അസുഖമില്ല എന്നാ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ക്യാൻസർ പിടിച്ച് സെക്കൻഡ് കീമോ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾ, ഇപ്പൊ ചിലര് പറയും അത് എല്ലാവരും ഒരുപോലെ അല്ല, അവർക്ക് അത്രയും സ്ട്രെങ്ത് ഉള്ള അയൺ ലേഡിയാണ്. ഓടെ അയൺ ലേഡി തന്നെ ഒരു തരത്തിലുള്ള എവിഡൻസും ബോഡിയിലും എങ്ങും ഇല്ലാത്ത, മനസ്സിനും ഇല്ലാത്ത അയൺ ലേഡിയാണ് അവരെന്നുണ്ടെങ്കിൽ ഉണ്ടല്ല, അടിപൊളി. അത് ഞാൻ സമ്മതിച്ചു തന്നേക്കത്. ഇനി ഞാൻ പറയുന്നത് അവരിങ്ങനെ ഇടിച്ച് ഒളിച്ച് കരഞ്ഞ അയ്യാ എനിക്ക് വയ്യെന്ന് പറഞ്ഞ് ഇരിക്കണം എന്നൊന്നല്ല. പക്ഷേ ഈ ഒരു സമയത്തെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതുപോലത്തെ നെഗറ്റിവിറ്റി അടിച്ചിറക്കുക, ഓരോ ഓൺലൈൻ മീഡിയാസിനെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ഓരോ ബൈറ്റ് ഉണ്ടാക്കി എടുത്തിടുക, അവരെ കൊണ്ട് ഓരോ ന്യൂസ് ക്ലിപ്പുകൾ വിടുക, ഓരോ ഫോട്ടോസ് അടിച്ചു വിടുക. ഇതൊന്നും ഇവരുടെ നോളജ് ഇല്ലാണ്ടാണല്ലോ ചെയ്യുന്നത്. അതൊക്കെ കണ്ട് വിശ്വസിച്ചിരിക്കുന്ന കുറെ ചേച്ചിമാരുടെ അടുത്ത് ഞാൻ പറയണേ. ഇപ്പൊ വന്നിട്ട് എന്റെ കമന്റ് ബോക്സിലും ഫേസ്ബുക്കിലാണെങ്കിൽ തെറിവിളിയായിരിക്കും എന്നെ. എന്തോന്നിനി ഈ ലോകത്ത് ആദ്യമായിട്ട് ക്യാൻസർ പിടിച്ച് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്ന ആളും ഇവരൊന്നും അല്ല. ഒരുപാട് പേരുണ്ട്, ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. ഇവരൊക്കെ മരിച്ചു പോകുന്നു. ഞാൻ ഉറപ്പിച്ചു പറയാ, അങ്ങനത്തെ ഒരു സംഭവമേ ഒരു ലൈഫിൽ ഉണ്ടാകത്തില്ല. ഇവര് മരിക്കത്തില്ല, ഒന്നുമില്ല. ഇവര് പൂർവാധിക ശക്തിയോടെ എല്ലാം റിക്കവർ ആയി. അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ റിക്കവർ ആയിട്ട് അവർ തിരിച്ചു വരും. അത് നിങ്ങൾ തന്നെ കാണും. ഈ ചുമ്മാ എന്താ പറയാ, ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനെങ്ങാനും പോയാൽ അത് കേൾക്കുന്ന കുറെ സീരിയൽ ഓഡിയൻസ് പോലത്തെ ചേച്ചിമാരുണ്ടല്ലോ, കേൾക്കുമ്പോഴേക്കും
അവസ്ഥ എന്നുള്ള രീതി ചിന്തിക്കും. എടേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ആദ്യത്തെ ലേഡിയൊന്നും അല്ല ഇവര്. ഒരുപാട് സർവൈവേഴ്സ് ഇവിടെ ഉണ്ട്. ഇപ്പോഴാ സ്റ്റേജിൽ കൂടി പൊക്കോണ്ടിരിക്കുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, ഒരു നേരത്തെ അന്നം കഴിക്കാൻ വകയില്ലാണ്ട് ഈ അസുഖം വന്നിട്ട് എട്ടങ്ങേറാവുന്നവരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ ഇവർ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാനിവരെ കുറ്റം പറയുന്നല്ല, ഇവരെ അസുഖത്തെ കുറ്റം പറയുന്നല്ല, ഇവരെ സിറ്റുവേഷനെ കുറ്റം പറയുന്നില്ല, ഒന്നുമല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരാള്, ശരിക്കും അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്ന് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുക. നിങ്ങളത് മനസ്സിലാക്കണം. കാര്യം ഈ വീഡിയോ കാണുന്നതിലുണ്ടാവും ചിലപ്പോൾ ഒരുപാട് ക്യാൻസർ പേഷ്യൻസ്, ക്യാൻസർ സർവൈവേഴ്സ് ഒരുപാട് പേരുണ്ടാവും. അവര് വന്ന് പറ, ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോന്ന്, നിങ്ങളുടെ പെയിൻ എന്തായിരുന്നു, നിങ്ങൾ പൊക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണ്, ഇതൊക്കെ നിങ്ങൾ വന്ന് പറ. അതും ഇതുമായിട്ടൊന്ന് ഇക്വേറ്റ് ചെയ്യും, ഒന്ന് താരതമ്യപ്പെടുത്തി നോക്ക്. എന്നിട്ട് പറ, ഞാൻ ഈ പറയണ തെറ്റാണെങ്കിൽ ഓക്കെ, തെറി വിളിച്ചോ, മാന്യമായിട്ട് തെറി വിളിക്കട്ടെ. കാര്യം എന്റെ വായിൽ നല്ല കേക്ക്. ഞാനൊരു വോയിസ് വെച്ചുതരാം. ആ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ട് ഇതേ അവസ്ഥയെക്കുറിച്ച് പൊക്കൊണ്ടിരിക്കുന്നത്. ഇതേ അവസ്ഥ വെച്ചാൽ ഇതിനേക്കാൾ മോശം അവസ്ഥ. ഫിനാൻഷ്യലി എല്ലാം സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ ഉൾപ്പെടെ, ഹോസ്പിറ്റലുകാർ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ട് പോലും എങ്ങും എത്തുന്നില്ല. അങ്ങനെയുള്ള ചില ആൾക്കാരുള്ളപ്പോൾ ഇതുപോലെ, അതായത് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ, അതിൽ നിന്ന് റവന്യൂ, അല്ലാതെ ഇവരുടെ സഹപ്രവർത്തകരുടെ ഒക്കെ എന്താ പറയാ സഹായങ്ങൾ, കാര്യങ്ങളെല്ലാം, പിന്നെ ആൾക്കാരുടെ അകമഴിഞ്ഞ സെന്റിമെന്റ്സ്, പിന്നെ എന്താ നമ്മുടെ സബ്സ്ക്രിപ്ഷനിൽ കൂടി ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ ആയിട്ട്, അതിൽ കൂടി നല്ലൊരു റവന്യൂ. ഇതൊക്കെ ഉള്ള ഒരാള് ഇത്ര കഷ്ടപ്പാടും ദുരിതത്തിലാണല്ലേ. ജനങ്ങളെ നിങ്ങൾ മണ്ടന്മാരാവല്ലേ. എഗെയിൻ ഒരു കാര്യം കൂടി എടുത്തെടുത്ത് ഓരോ ഡയലോഗിന്റെ ഇടയിൽ ഞാൻ പറയുന്നത് വെച്ചാൽ അവർക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ ഒരു ഭേദമാവട്ടെ, റിക്കവർ ആവട്ടെ, തിരിച്ചു വരട്ടെ. പക്ഷേ ഈ കാണിക്കുന്ന സെന്റിമെന്റ്സും ഈ ഫേക്ക് ആയിട്ട് കാണിക്കുന്ന സാധനങ്ങളും ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഒരു സാധനം കൂടി ഞാൻ കാണിച്ചിട്ട് ആ വോയിസിലേക്ക് കിടക്കാം. ഈ ഇവിടെ കാണുന്ന സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, ഇവർ ഈ ഒരു മരുന്നിനെ കുറിച്ചിട്ടുള്ള സാധനം 2 ലക്ഷം രൂപയോളം വരുന്ന മരുന്നുകൾ. ഞാൻ ഇവിടെ വേറെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്. ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി മരുന്നിന്റെ പേര്, അതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. പിന്നെ അതിൽ ഒരെണ്ണം ഒരു ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു മീഡിയയിൽ ഔട്ട് ചെയ്ത സാധനമാണ്, ബ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു മീഡിയ അല്ല, രേണുവിന്റെ സ്വന്തം ചാനല്, രേണുവിന്റെ യൂട്യൂബ് ചാനൽ അല്ല കേട്ടോ, വേറൊരു ഓൺലൈൻ മീഡിയ ഉണ്ട്. അവർ രേണുവിനെ കുറിച്ച് മാത്രമേ ഇടുള്ളൂ. അതിന്റെ സെന്റിമെന്റ്സുകൾ അത് ഇത് വില കോൺട്രാക്ട് ചെയ്തേക്കുവാണ്. ആ മരുന്നിന്റെ വില നിങ്ങൾ നോക്ക്, ആ ഒരു വിലയൊക്കെ ഉള്ളൂ. അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് തെളിവുകളും ഈ അവസ്ഥയെ കൂടി പൊക്കോണ്ടിരിക്കുന്ന ഒരാളുടെ വോയിസിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ടോ. ആ കീമോയുടെ കാര്യങ്ങൾ നീ ഓൾറെഡി ചെയ്തിട്ടുള്ളതല്ലേ? നിന്റെ അസുഖം എന്താണെന്ന് കൂടി ജസ്റ്റ് പറഞ്ഞു തുടങ്ങാം. എന്റെ കണ്ടീഷൻ നമുക്കറിയാലോ, ഓട്ടോഇമ്യൂൺ ആണ്, അതേപോലെ ഓങ്കോളജിക്കൽ ഇഷ്യൂയും കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട്. 5-6 വർഷമായിട്ട് ഞാൻ ഇതിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ പുള്ളിക്കാരി പറയുന്ന ആ ഒരു മെഡിസിൻ, ഈ 2.5 ലക്ഷം എന്ന് പറയുന്നേ, അതിന് 1500 രൂപ മുതൽ 2600 രൂപ വരെയുള്ള, അതിന്റെ പേര് ഞാൻ അവളുടെ രേണുവിന്റെ പ്രൊഫൈലിൽ കണ്ട പേര് ഞാൻ പറഞ്ഞുതരാം. ഒരു സെക്കൻഡ് ഞാൻ ഹോൾഡ് ചെയ്യാൻ. അല്ല, ഇത് ഇൻ കേസ് വേറെ ഏതെങ്കിലും ഒരു ഹൈഫൈ ഹോസ്പിറ്റൽ ആണെങ്കിൽ റേറ്റ് കൂടാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഒരിക്കലും മാമകൻ ഒരു 2 ലക്ഷത്തിന് ഒന്നും വരില്ല. ഒരു 5000 രൂപ കൂടിപ്പോയാൽ മേടിക്കുമായിരിക്കും. പോട്ടെ, ഒരു 10 പിടിക്കാം, എന്നാലും 10 പിടിക്കാം. അതിനപ്പുറം എന്തായാലും അതിന്റെ റേറ്റ് ആരും വാങ്ങില്ല. അതിൽ ഒരു മരുന്നിന്റെ ഫോട്ടോ അവിടെ ഇട്ടിട്ടുണ്ട്. ഒന്ന് ബ്ലറാണ്, അത് ഏതാണ് മെഡിസിന്റെ പേരെന്ന് അറിയില്ല. അത് കള്ളത്തരം കാണിക്കണോണ്ടായിരിക്കും ചിലപ്പോ ബ്ലർ ചെയ്തിട്ടേക്കണേ. അത് നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ മരുന്നിന്റെ റേറ്റ്. 1500 to 2600 ആണ് മാക്സിമം വരുന്നത്. ഞാനത് വേറെ ഒന്നും കൊണ്ടല്ല ചോദിക്കണേ. കാര്യം ഇത്രയും നോൺ ഫേസ് ആയിട്ടുള്ള രേണുസുതി എന്ന് പറഞ്ഞ ആള് ഇങ്ങനത്തെ ഒരു പോസ്റ്റുകളും കാര്യങ്ങളും ഓൺലൈൻ മീഡിയയിൽ ഉപയോഗിച്ച് അവർ ഇടുമ്പോ ആൾക്കാർ ചോദ്യം ചെയ്യില്ലേ? ഞാൻ നെഗറ്റീവ് പറയുന്നത് ഒന്നും അല്ല, എനിക്കിതൊന്നും ഡൈജസ്റ്റ് ആവുന്നില്ല. സ്റ്റിൽ ഞാൻ ഇതിപ്പോ സംസാരിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടന്നിട്ടാ സംസാരിക്കുന്നത്. നീ ഏത് ഹോസ്പിറ്റലിൽ പോലുള്ള കാര്യം ഇപ്പൊ ആർക്ക് വേണമെങ്കിലും നിന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നീ അവിടെ ഉണ്ടോ, എന്താ അസുഖം നോക്കാം. ഞാൻ അഡ്മിറ്റ് ആയിട്ട് 10-15 ദിവസത്തിൽ കൂടുതലായി. അമൃതയില്, എറണാകുളം അമൃതയില് ഏതിന്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു. ആർക്ക് വേണമെങ്കിലും നിന്നെ ആണെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ. കാര്യം നീ ഇവിടെ ICU അതോ വാർഡിലോ? ഞാൻ വാർഡിലാണ്. ഓക്കെ, ICU കയറി അവരെ വീഡിയോ കോളൊക്കെ ചെയ്ത് കണ്ട സാധനമൊക്കെ നമുക്ക് എനിക്ക് അതൊന്നും. ഞാനും ICU ഇടയ്ക്കിടയ്ക്ക് ICU കയറുന്ന ഒരാളാണ്. ICU ബൈസ്റ്റാൻഡേഴ്സിനെ പോലും ഫോൺ കൊണ്ട് കയറാനായിട്ട് അനുവദിക്കാറില്ല. ഇനി ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് കയറ്റിയതായിരിക്കും ചിലപ്പോ. സീമാ വിനീതിനെ ICU പുള്ളിക്കാരിക്ക് ചേച്ചിനെ വിളിക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. ഒരു ICU ഫോൺ അലൗഡ് അല്ല. പിന്നെ കീമോ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നത്, കീമോ ചെയ്ത് തുടങ്ങുന്ന ഒരു പേഷ്യന്റ്, ഇനി നമ്മളെ മൈൻഡ് എത്രത്തോളം ധൈര്യമുള്ള ഒരാളാണെങ്കിൽ പോലും, നിനക്കറിയാലോ എന്റെ ധൈര്യം, ഞാൻ എങ്ങനെയാണ് ഈ അസുഖത്തിന് കൊണ്ടുപോകുന്നത്, എത്ര ധൈര്യമുള്ള ഒരാളാണെങ്കിൽ. ഞാൻ അതുകൊണ്ടാണ് നിന്നെ തന്നെ വിളിച്ചത്. കാര്യം എന്താന്ന് വെച്ചാൽ നിന്റെ അവസ്ഥ നമ്മള് ഫ്രണ്ട്സ് എല്ലാവരും, ഞാനടക്കം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനേലും വലിയ സീരിയസ് ഇഷ്യൂ കൂടി പൊക്കോണ്ടിരിക്കുന്നതാണ്.
ഇനി ഇത്ര ധൈര്യമുള്ള ഒരാൾക്കും കീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അത്രയും ടയേർഡ് ആകും. വോമിറ്റിംഗ് വരും, നമുക്ക് അത്രത്തോളം ക്ഷീണമായിട്ട് ഒന്നിനും പറ്റത്തില്ല. ഈ പുള്ളിക്കാരിക്ക് എങ്ങനെ ഇതിന്റെ ഇടയിൽ വന്നിരുന്നു ഈ വീഡിയോ ചെയ്യാനും ഇപ്പൊ ഇതായിട്ട് നിൽക്കാൻ പറ്റുന്നത്? ഈവൻ വീഡിയോ ചെയ്യുന്നതിനെ പോലും നമ്മൾ ആരും എതിർക്കുന്നില്ല, ചെയ്തോട്ടെ. പക്ഷെ അതിലും വന്നിരുന്ന നെഗറ്റീവ് പറയാനുള്ള ഒരു മാനസികാവസ്ഥ എങ്ങനെ വന്നെന്നാണ് കിട്ടുന്നു. പിന്നെ കീമോ ചെയ്ത് കഴിയുമ്പോഴേക്ക് മുടി കൊഴിയുന്ന കേസ് ഹെയർ ഫാള് വരും. ചിലപ്പോ എല്ലാവർക്കും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോകണമെന്നില്ല. ഇപ്പൊ പുള്ളിക്കാരി തലയിലെ മുടി കൊഴിഞ്ഞു എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ട് കാണിച്ചു. എന്നാൽ എന്തുകൊണ്ട് പുരികത്തിന്റെയും കണ്ണിലത്തെയും മുടി കൊഴിയില്ല? തലയിലെ മുടി അങ്ങനെ കൊഴിഞ്ഞ ഒരാൾക്ക് ഓൾറെഡി കണ്ണിന്റെയും പുരികത്തിന്റെയും ഹെയർ പോവും. ഹെയറിന്റെ ഈ പുരികത്തിന്റെ പോകുന്നുള്ളത് അത് കൺഫേം ആണ്. ഐ മീൻ ഇപ്പൊ അവര് എനിക്ക് തോന്നുന്നു സെക്കൻഡ് കീമോ കണ്ട് കഴിഞ്ഞു എന്നാണ് പറഞ്ഞു കേട്ടത്. നമുക്ക് ഓൾറെഡി എല്ലാവർക്കും ഒരു പക്ഷെ കംപ്ലീറ്റ് പോകണമെന്നില്ല. പക്ഷെ ഹെയർ പോകുന്നതായിട്ട് ഒരു വീഡിയോയില് ഹെയർ ഭയങ്കരമായിട്ട് കാണിച്ചു. അങ്ങനെ പോകുന്ന ഒരാൾക്കാണെങ്കിൽ ഓൾറെഡി കൺപീലിയും പുരികവും കൊല്ലും. ഓക്കെ. പിന്നെ പുള്ളിക്കാര് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൂടി അല്ല. പിന്നെ എങ്ങനെയാ മെഡിസിൻ ഒക്കെ ഇത്ര റേറ്റ് വരുന്നത്? ശരിയാ. ഈ പ്രൊസീജിയേഴ്സിന് എങ്ങനെ ഇത്ര റേറ്റ് വരുന്നത്? നിനക്കറിയാം, എനിക്ക് ബ്ലഡ് മാറ്റുന്നുണ്ട്. ഈ ബ്ലഡ് മാറ്റിയും ഇതും കഴിഞ്ഞ് വരുമ്പോ ഞാൻ അത്രത്തോളം ടയേർഡാ. പുള്ളിക്കാരി പിക്ക് ലൈൻ ഇട്ടു എന്ന് പറയുന്നു. പിക്ക് ലൈനിലെ തൊടും എടുക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് സഹിക്കാൻ പറ്റാത്ത വേദനയാ സാധനം അവിടെ കിടക്കുമ്പോ. പുള്ളിക്കാരി അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാ പോസിബിൾ ആവുന്നത്? അല്ല, അത് ഇൻഫെക്ഷൻ ചേർത്തില്ലേ? അതൊന്നാമത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ആൾ ആ ഒരു കാര്യം ചെയ്യണേ. നിനക്കെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നിനക്കത് ഞാൻ ഇതാക്കി പറയുന്നല്ല, എന്നാലും ഒരുപാട് തവണ നിനക്ക് ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞു വന്നതാണ്. എനിക്ക് പ്രൊസീജിയർ കഴിഞ്ഞു വന്നതാണ്. ലാസ്റ്റ് എനിക്ക് കയ്യിൽ ഇട്ടിട്ട് എന്റെ ഇടത് കൈ സെൻസറി നെർവ് എനിക്ക് ഡാമേജ്. ഇടത് കയ്യിൽ തൊട്ടാലും ഒന്നും എനിക്കറിയില്ല. അപ്പൊ ഇതൊക്കെ ഇടുമ്പോ ഇതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, സൈഡ് എഫക്റ്റ് ഉണ്ട്. ഈ നീര് വന്നെന്ന് പറഞ്ഞിട്ട് നീ ഇന്നലെ എനിക്ക് എന്തൊരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിനക്ക് ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞില്ല, എനിക്ക് കാലിലെ ബ്ലഡ് മാറ്റാൻ ട്യൂബ് ഇട്ടിരുന്നിട്ട് ഇപ്പൊ കാലിലെ ബ്ലഡ് ഫുള്ള് ക്ലോട്ടായി. ഇതിന്റെ ഓരോ പ്രൊസീജിയർ ചെയ്യുമ്പോ അതിന്റേതായ വേറെ ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട്. പിന്നെ നിനക്ക് മറ്റേ കീമോ ചെയ്ത സമയത്ത് ഫോണിന്റെ യൂസ് മറ്റു കാര്യങ്ങള് ഇപ്പൊ തന്നെ അറിയാലോ വിളിക്കുന്നത് എങ്ങനെയാണെന്ന്. ഓൾറെഡി നമുക്ക് ഉപയോഗിക്കാൻ തോന്നില്ല. നമ്മള് വോമിറ്റിങ്ങും കാര്യങ്ങളുമായിട്ട് ടയേർഡായി പോകും. തീരെ പറ്റില്ല, ഒന്നിനും പറ്റില്ല. ഇതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് കിഡ്നി ഇഷ്യൂസ് വരും, ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, വിശക്കത്തില്ല, ആഹാരത്തിനോടൊരു വെറുപ്പായിരിക്കും. പക്ഷെ പുള്ളിക്കാരിയുടെ രീതികളൊന്നും കണ്ടിട്ട് എവിടെയും മുടി മുട്ട അടിച്ചു എന്നല്ലാതെ എവിടെയും ഒരു പേഷ്യന്റ് എന്നുള്ള രീതിക്ക് ഒരു ഇത് തോന്നിയിട്ടില്ല ഇതുവരെ. അതെ, ഇന്ന് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു വീഡിയോ കണ്ടുള്ളൂ, മറ്റേ ഒരു കൊച്ചിൻ്റെ കേസും പറഞ്ഞിട്ട്. അത് കണ്ടിട്ട് ഞാൻ ആലോചിക്കണം, ഈ ഒരു മാനസികാവസ്ഥയിൽ വന്നിരുന്ന് കാര്യം നിൻ്റെ കേസിൽ പറയാലോ, നമ്മളറിയാവുന്ന നമ്മളെല്ലാവരും പ്രാർത്ഥനയായിട്ടിരിക്കുന്നു. നീ ആണെങ്കിലും പ്രാർത്ഥന. എനിക്ക് 6 വർഷം എനിക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അന്നും മുതല് ഇതിന്റെ മെഡിസിൻ ആയാലും ട്രീറ്റ്മെന്റ് ലക്ഷങ്ങൾ 19 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ചെലവായി. ഇനിയും ലക്ഷങ്ങൾ വേണം ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ. അത്രക്ക് ചെലവുള്ളൊരു കാര്യമാണോ ഈ ബ്രസ്റ്റ് ക്യാൻസർ? അതാണ് എന്റെ സംശയം. ക്യാൻസറിന് മാത്രം ഒരിക്കലും അത്രയ്ക്ക് ചെലവ് വരുന്ന ഒരു അസുഖമല്ല അത്. ബ്രസ്റ്റ് റിമൂവ് ചെയ്യുക, കീമോ, റേഡിയേഷൻ, അല്ലിപ്പനി. പക്ഷെ എന്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് മാത്രം തീരുന്ന ഒരു അസുഖമല്ല എന്റത്. അതെ അതെ, അതും എനിക്കറിയാം. ഞാനത് ഓൾറെഡി പിന്നെ എന്താ പറയാ, ഈ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യങ്ങളും എനിക്ക് തെറ്റാവുന്നില്ല. അവര് പുള്ളിക്കാരുടെ ചേച്ചി മരുന്നിന്റെ ബില്ലും ഇതൊക്കെ വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ആ മരുന്ന് ആർക്കും ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. 1600, 2600 റേറ്റ് ഉള്ളൂ. എനിക്ക് ഇതിന്റെ കാര്യങ്ങൾ വലിയ അറിയാത്തതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് തന്നെ ചോദിച്ചത്, മനസ്സിലാക്കാന്ന് വെച്ചാൽ. കാര്യം നീ നിനക്ക് പറഞ്ഞ ഇപ്പൊ ചെയ്യാത്ത ട്രീറ്റ്മെന്റുകളോ കാര്യങ്ങളൊന്നും ഇനി ബാക്കിയില്ല. അതെ, ഓക്കെ. ഇതിപ്പോ ഇൻ കേസ് ഇപ്പൊ ഇത് കാണുമ്പോ തോന്നുന്നുണ്ട്, ഈ ഇങ്ങനെ കാണിക്കുന്ന ഒരാള് ആൾക്കാർ ഇതിന്റെ പിറകെ ഭയങ്കര സഹായമായിട്ട് പോകുന്നുണ്ട്. ഞങ്ങള് ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് ചോദിക്കാനൊരു ബന്ധപ്പെടാനൊരു ക്യാൻസർ ആൾക്കാർ ഒന്നും ആയിട്ടില്ല. അല്ല, ഈ ഇത്രയും വിസിബിലിറ്റി ഉള്ള ഒരാൾക്ക് ഇത്രയും സഹായങ്ങൾ അവരുടെ കൂട്ടത്തിലുള്ളവരെല്ലാവരും ചെയ്യുന്നത്, അത് കൂട്ടാണ്ട് നാട്ടുകാരൊരു സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി ഇതുപോലത്തെ ഗിമ്മിക്സ് കാണിക്കാന്ന് പറഞ്ഞാൽ അത് ഒട്ടും എന്താ പറയുക, ഈ ഒരു അസുഖമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കത് കാണുമ്പോൾ ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ്, ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എനിക്ക് എന്നെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേഷനാ തോന്നുന്നത് ഓരോന്ന് കാണുമ്പോൾ.
ഇനിയിപ്പോൾ നിൻ്റെ ഇപ്പം നമ്മളിപ്പോൾ ഈ വോയിസ് ഞാനതെന്തായാലും എൻ്റെ ചാനലിലേക്ക് ഇത് ഇതേപോലെ തന്നെ എടുത്തിടും, ഒരു കട്ടിങ്ങും ഷേവിങ്ങും ഒന്നും ഇല്ലാണ്ട് ഇതിൻ്റെ അകത്ത്. ആ സമയത്ത് സ്വാഭാവികമായിട്ട് ആരെങ്കിലും കേട്ടൊരു ഡൗട്ട് തോന്നും, നിൻ്റെ വോയിസ് നമ്മൾ ഫേക്ക് വെച്ചതാണോ അല്ലെങ്കിൽ ഇങ്ങനെ പറയിപ്പിച്ചാണോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നീ ഏത് ഇവിടെ അമൃതയില് 55 വാർഡില് ന്യൂറോ വാർഡില് ഞാൻ അഡ്മിറ്റ് ആണ്. പേരും കൂടി പറഞ്ഞേക്കാം, പേര് ശ്രുതി എന്നാണ്, ആർക്ക് വേണമെങ്കിലും ചെന്ന് അന്വേഷിക്കാം. അമൃതയിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ഇവിടെ അറിയാത്ത ആരില്ല. അത്രയും സ്ഥിരമായിട്ട് 1.5 വർഷമായിട്ട് ഫുൾ ടൈം ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഞാൻ. അത്രയും എക്സ്പീരിയൻസ്ഡും ആണ് നീ ഒരു കാര്യത്തിൽ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് ഇവിടെ തുറന്നു പറയുന്ന കാര്യം. നിനക്കില്ലാത്ത അസുഖങ്ങളോ വരാത്ത പ്രശ്നങ്ങളോ ഇല്ല ഈ നാൾ ഇത്രയായിട്ട്. എന്നാലും അതെല്ലാം റെഡി ആവട്ടെ. ഇതുപോലുള്ള എന്താ പറയുക, ഒരു ക്യാൻസർ ലോകത്ത് ആദ്യമായിട്ട് വന്ന ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഒരാളെന്ന രീതിക്കാണ് പോർട്രേറ്റ് ചെയ്ത് വെക്കുന്നത്. ദാറ്റ്സ് നോട്ട് ഗുഡ് ആക്ച്വലി. ഞാൻ എതിർത്ത് സംസാരിക്കേണ്ടതെന്ന് ചോദിച്ച കാര്യം, ഒരു അസുഖം എന്ന് പറഞ്ഞ ഒരാൾ നിൽക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ അസുഖം ഇപ്പൊ വരുമ്പോ അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുള്ളൂ. പക്ഷെ അത് വെച്ചിട്ട് ഒരു പ്രഹസനം കാണിക്കാന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞു കൂട്ടുന്നേ. എന്തിനാ പുള്ളിക്കാരി ഇങ്ങനെ ഈ കള്ളത്തരം പറഞ്ഞു കൂട്ടുന്നേന്നുള്ളതാ. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ട് പോലും എനിക്ക് കിട്ടുന്നുണ്ട് ഇവിടുന്ന് മരുന്നിന് ഒരുപാട് ഡിസ്കൗണ്ട്സ്. എനിക്കറിയാം, അവര് നിന്റെ ഹോസ്പിറ്റൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന, നല്ല രീതിയിൽ എന്നെ ഹോസ്പിറ്റലുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് പുള്ളിക്കാരിക്ക് കിട്ടുന്നില്ല? അതും ഇത്ര അധികം ആൾക്കാർ സപ്പോർട്ടും കൂടെ നിൽക്കലും ഒക്കെ ആയിട്ട്. ഇവൻ ഞാനടക്കം ആദ്യം ചെയ്തൊരു വീഡിയോ കണ്ടപ്പോൾ നീ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. എനിവേ ദിസ് ഈസ് നോട്ട് ഗോയിങ് ഗുഡ് ആക്ച്വലി. പുള്ളിക്കാരി പോകുന്ന രീതി ആക്ച്വലി ഇത് പുള്ളിക്കാരി എവിടെ ലാസ്റ്റ് കണ്ടപ്പോൾ ഫുൾ കള്ളത്തരായിട്ടാണ് എനിക്ക് തോന്നിയത്. കേട്ടല്ലോ, ഇതാണ് ഇതിന്റെ ഒക്കെ ഒരു സത്യാവസ്ഥ. ഞങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവര് ജനങ്ങളുടെ ഉള്ളിൽ ഈ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഇതുപോലെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടാ? രേണുവിന്റെ അടുത്ത് ഈ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഈ സിമ്പതി വർക്കൗട്ട് ആണോ വീഡിയോസ് ഇട്ടോ കുഴപ്പമില്ല, അത് ചെയ്യണമെങ്കിൽ ചെയ്തോ. ഈ മരുന്നുകളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, നിങ്ങളുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ടല്ലേ. കാര്യം ഇതേ അവസ്ഥ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങള്, ആ ആൾക്കാര്, ആ സർവൈവേഴ്സ്, അല്ലെന്നുണ്ടെങ്കിൽ ക്യാൻസർ പിടിച്ചിരിക്കുന്ന ആൾക്കാർ, അവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ ചെയ്യരുത്. പിന്നെ സ്വന്തം മകനെ കുറിച്ചും കുടുംബത്തിലുള്ളവരെ കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതുപോലത്തെ നെഗറ്റീവ് കോൺട്രവേഴ്സീസ് ഒക്കെ ഇട്ടിട്ട് നിങ്ങളുടെ ആ നെഗറ്റീവ് റീച്ച് ഇപ്പോഴും പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങളൊന്ന് ഒഴിവാക്കിയത് നന്നായിരിക്കും. കാര്യം അറ്റ്ലീസ്റ്റ് ഈ ഒരു അസുഖമുള്ള സമയത്ത് നിങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് പേരെ വെറുപ്പ് സമ്പാദിക്കാതെ നിങ്ങളുടെ അസുഖം റിക്കവർ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡു വാട്ട് എവർ യു ലൈക്ക്. അത് കംപ്ലീറ്റ്ലി നിങ്ങൾ അതിന് റിക്കവർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ വേണ്ടി കാണിച്ചു പഴയതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ എന്തൊക്കെയായിട്ട് നിങ്ങൾ പൊക്കോ, കുഴപ്പമില്ല. ആരും കുറ്റം പറയാൻ വരുന്നൊന്നുമില്ല. ഇതവരാ ഞമ്മക്കൊക്കെ ഇടയ്ക്ക് ഒരു കണ്ടന്റ് ആവും, അത്രേ ഉള്ളൂ. അരി വാങ്ങാനുള്ള ഒരു വകുപ്പാവും. എന്റെ ഈ വീഡിയോ കൂടി എനിക്ക് അരിയൊന്നും വാങ്ങാൻ പറ്റത്തില്ല കേട്ടാ. അരി ചാനൽ മോണിറ്റൈസ് ചെയ്തിട്ട് പോലുമില്ല. അപ്പൊ അത് വിടും. രേണുസുതി, ദ വേ യു ആർ ഗോയിങ് നൗ ഇറ്റ്സ് ടോട്ടലി റോങ്. മാറ്റിപ്പിടി, അതായിരിക്കും നല്ലത്. കാര്യം ആദ്യം ഒരു സെന്റിമെന്റ്സ് നിങ്ങളുടെ ഈ അസുഖം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമുക്കായാലും വന്നതാ, അത് മാറിയിപ്പോ, അത് പോയി. കാര്യം ഇതുപോലെ നമ്മുടെയും കൂട്ടത്തിലും എന്താ പറയാ ഫ്രണ്ട്സ് ലിസ്റ്റിലൊക്കെ ഉണ്ട് ഇതുപോലെ നിങ്ങളെക്കായി മോശമായിട്ടുള്ള അവസ്ഥയിലുള്ള ആൾക്കാർ ഉൾപ്പെടെ. അവരുടെയൊക്കെ അവസ്ഥ അല്ലെ അവരോടൊക്കെ സംസാരിക്കുമ്പോണ്ടല്ലോ നിങ്ങളോട് ഒരു താല്പര്യക്കുറവ് വന്നാണ്. എന്തോ നിങ്ങൾ കാണിക്കണമെന്നുള്ളൊരു അവസ്ഥയിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കണം നമ്മളൊക്കെ.